സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെ കുട്ടികൾ പൊതുവായിട്ട് ടഫായിട്ട് കണക്കാക്കുന്ന ഒരു ടോപ്പിക്ക് കൂടിയാണ് ക്വാണ്ടം മെക്കാനിക്സ്. ഞാൻ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പോലെ ചാപ്റ്റർ വൈസ് ഉള്ള ക്ലാസ് അല്ല ഇനി അങ്ങോട്ട് ചെയ്യുന്നത്. ഓരോ ടോപ്പിക്ക് CSIR നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സെക്ഷനകത്തുനിന്നും ഇമ്പോർട്ടന്റ് സെക്ഷനകത്തുനിന്ന് ഉള്ള ടോപ്പിക്കുകളാണ് എടുക്കാൻ പോകുന്നത്. അത് ഇന്ന് എടുക്കാൻ പോകുന്നത് ക്വാണ്ടം മെക്കാനിക്സിനകത്ത് വരുന്ന കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇനി നമുക്ക് ടോപ്പിക്ക് ചാപ്റ്റർ വൈസ് എടുക്കാൻ സമയമില്ല. കാര്യം ഇപ്പം അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് CSIR ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് ഏത് സമയവും എക്സാമിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്യാം. മിനിമം എന്തായാലും ഒരു മാസം നമുക്ക് കിട്ടും. ആ സമയത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് പഠിച്ച് തീർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിലെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സെക്ഷനും വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഈ എക്സാം വളരെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാം അങ്ങനെയുള്ള സെക്ഷൻസ് ആണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് നോക്കാം. ഫസ്റ്റ് പഠിക്കുക കമ്മ്യൂട്ടേറ്റർ. ക്വാണ്ടം മെക്കാനിക്സിനകത്ത് വരുന്ന കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്. കമ്മ്യൂട്ടേറ്റർ ഇൻട്രൊഡക്ഷൻ ഒന്നും ഞാൻ ഇതിന്റെ അകത്തോട്ട് കിടക്കുന്നില്ല. ജസ്റ്റ് എന്താണ് കമ്മ്യൂട്ടേറ്റർ, നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് എങ്ങനെ അതിന് അപ്രോച്ച് ചെയ്യാം. ആ ക്വസ്റ്റ്യനിനകത്ത് വളരെ ടൈം സേവ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും കമ്മ്യൂട്ടേറ്ററിന് കിട്ടുന്നത്. നമുക്ക് നോക്കാം എന്താണ് കമ്മ്യൂട്ടേറ്റർ. ഞാൻ ഇവിടെ രണ്ട് ഓപ്പറേറ്റർ എഴുതിയാണ്. എ എന്ന് പറയുന്ന ഓപ്പറേറ്ററും ഓപ്പറേറ്റർ എ ക്യാപ്പ് ആൻഡ് ഓപ്പറേറ്റർ ബി, രണ്ട് ഓപ്പറേറ്റർ. ഈ രണ്ട് ഓപ്പറേറ്ററും കമ്മ്യൂട്ടേറ്റർ ആണെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇതങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടായിരിക്കും കമ്മ്യൂട്ടേറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത്. A, B, ഓപ്പറേറ്റർ A, B. ഇതാണ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. ഇതാണ് കമ്മ്യൂട്ടേറ്റർ സിമ്പിൾ. ഇനി എ എന്ന് പറയുന്ന ഓപ്പറേറ്ററും ബി എന്ന് പറയുന്ന ഓപ്പറേറ്ററും കമ്മ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ ആയിരിക്കും. കമ്മ്യൂട്ടേറ്റർ AB is equal to AB മൈനസ് BA. ഇതായിരിക്കും ഇതിന്റെ എക്സ്പ്രഷൻ. ഓപ്പറേറ്റർ AB, ഓപ്പറേറ്റർ ഇതെല്ലാം ഓപ്പറേറ്റർ ആയിരിക്കും ഇതിന്റെ അകത്തുള്ളത് കമ്മ്യൂട്ടേറ്ററിനകത്ത് വരുന്നത്. കമ്മ്യൂട്ടേറ്റർ AB ഇതിനെ പറയുന്നത് കമ്മ്യൂട്ടേറ്റർ AB is equal to AB മൈനസ് BA. ഇതെല്ലാം എന്തായിരിക്കും ഓപ്പറേറ്റർ ആയിരിക്കും. ഓപ്പറേറ്റർ AB മൈനസ് BA. ഇതിന്റെ വാല്യൂ 0 വരികയാണെങ്കിൽ is equal to 0. ഇതിന്റെ വാല്യൂ 0 വരികയാണെങ്കിൽ അതിനെ നമുക്ക് പറയാം A and B കമ്മ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയാം. A and B കമ്മ്യൂട്ട് ചെയ്യുന്നു. കമ്മ്യൂട്ട് ചെയ്യുന്നത്. ഇനി ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഡസ് നോട്ട് കമ്മ്യൂട്ട്. A and B do not commute each other. പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഇത് രണ്ട് ഓപ്പറേറ്ററിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റർ കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. കമ്മ്യൂട്ടേറ്റർ AB is equal to AB മൈനസ് BA. ഇങ്ങനെയാണ് കമ്മ്യൂട്ടേറ്റർ ഡിഫൈൻ ചെയ്യുന്നത്. കമ്മ്യൂട്ടേറ്റർ AB is equal to AB മൈനസ് BA. അതിന്റെ വാല്യൂ 0 ആണെങ്കിൽ ഓപ്പറേറ്റർ Aയും ഓപ്പറേറ്റർ Bയും എന്ത് ചെയ്യുന്നു എന്ന് പറയാം, കമ്മ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയാം. അത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് പറയാം, അത് ഡസ് നോട്ട് കമ്മ്യൂട്ട്. ആ രണ്ട് ഓപ്പറേറ്ററും കമ്മ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് പറയാം. ഇനി നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. Properties of commutator. ഈ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലം ചോദിക്കുന്നതാണ്. നമുക്ക് നോക്കാം പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റർ AB. ഇതെല്ലാം ഓപ്പറേറ്റർ ആണ്. AB is equal to. ഇനി ഈ ഓപ്പറേറ്റർ രണ്ടിനെ നമ്മൾ തിരിച്ചെഴുതുകയാണ്. കമ്മ്യൂട്ടേറ്റർ AB എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റർ നമ്മൾ തിരിച്ചെഴുതും BA. കമ്മ്യൂട്ടേറ്റർ BAക്ക് ഈക്വൽ ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇവിടെ ഒരു മൈനസും കൂടെ വരും. അതായത് ഈ രണ്ട് ഓപ്പറേറ്ററും തിരിച്ചെഴുതുകയാണെങ്കിൽ എന്ത് കൂടി വരും, ഒരു മൈനസ് കൂടി വരും. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. കമ്മ്യൂട്ടേറ്റർ AB is equal to മൈനസ് ഓഫ് കമ്മ്യൂട്ടേറ്റർ BA. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റർ A raised to n. ഈ ഒരു പ്രോപ്പർട്ടി ഇതിന്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. വേർ n is equal to 1, 2, 3 etc. ഇങ്ങനെ പോകും. രണ്ട് പ്രോപ്പർട്ടി, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി. ഇനി അടുത്ത പ്രോപ്പർട്ടി, ഈ ഒരു കമ്മ്യൂട്ടേറ്ററിൽ
ഒരു ഓപ്പറേറ്ററിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നു, കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്. ഓപ്പറേറ്റർ എ ബി, അടുത്തത് ബി എന്ന് എടുക്കുന്നു. ബി ഈസ് ഈക്വൽ ടു, ഇതിന് ഈക്വൽ ആയിരിക്കും ഈ ഒരു ഓപ്പറേറ്ററിനെ ഗുണിക്കുന്നതിന് പകരം ഈ ഒരു ഓപ്പറേറ്ററിനെ മൾട്ടിപ്പിൾ ചെയ്യുന്നു, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ കമ്മ്യൂട്ടേറ്റർ എ കെ ഇൻറ്റു ഓപ്പറേറ്റർ ബി ഈക്വൽ ആയിരിക്കും. ഇതിന് ഈക്വൽ ആയിരിക്കും ഈ ഒരു കോൺസ്റ്റന്റിനെ പുറത്തെടുത്ത് എഴുതിയാലും, പുറത്തെടുത്തിട്ട് ബ്രാക്കറ്റിന് പുറത്തെടുത്തിട്ട് ഓപ്പറേറ്റർ എ ഓപ്പറേറ്റർ ബി കമ്മ്യൂട്ടേറ്റർ എ ബി. അതായത് പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു കോൺസ്റ്റന്റ് വന്നാൽ ആ കോൺസ്റ്റന്റിനെ പുറത്തെടുക്കുന്നതിന് ഈക്വൽ ആയിരിക്കും രണ്ടാമത്തെ ഓപ്പറേറ്ററിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിനെ പുറത്തെടുക്കുന്നത്. ഇനി രണ്ടിലും ഓരോ കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്താൽ സിമ്പിൾ ലോജിക്ക്, ആദ്യം ഒരു കോൺസ്റ്റന്റിനെ പുറത്തെടുക്കും, രണ്ടാമത്തെ ഒരു കോൺസ്റ്റന്റിനെ പുറത്തെടുക്കും, അപ്പൊ എന്ത് വരും കെ സ്ക്വയർ എന്ന് വരും. ഇവിടെ രണ്ടിലും കെ ഉണ്ടായിരുന്നെങ്കിലുള്ള കാര്യം അത് സിമ്പിൾ ലോജിക്ക്, ഇത് വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ഓപ്പറേറ്ററിനകത്ത് നിന്ന് കെനെ എടുക്കും, അടുത്ത ഓപ്പറേറ്ററിനകത്ത് നിന്ന് കെനെ എടുക്കും, അപ്പൊ എന്ത് വരും ഒരു കെ സ്ക്വയർ വരും. സിംപിളി പറയുകയാണെങ്കിൽ ഓരോ ഓപ്പറേറ്ററിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആരെ മൾട്ടിപ്ലൈ ചെയ്താലും അതിന്റെ അകത്ത് ആരെ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും, കോൺസ്റ്റന്റിനെ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. ഇതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. അടുത്ത പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റർ എ ബി ഇൻറ്റു സി പ്രോപ്പർട്ടി ഈസ് ഈക്വൽ ടു കമ്മ്യൂട്ടേറ്റർ എ ഇൻ സി, കമ്മ്യൂട്ടേറ്റർ എ സി, കമ്മ്യൂട്ടേറ്റർ എ സി ഇൻറ്റു ബി. ഇങ്ങനെ എഴുതുന്നത് കമ്മ്യൂട്ടേറ്റർ എ സി, കമ്മ്യൂട്ടേറ്റർ എ സി ഇൻറ്റു ബി പ്ലസ്. ഇനി അടുത്തത് ഇവിടെ എന്തൊരു കമ്മ്യൂട്ടേറ്റർ ബി സി, എ ഇവിടെ ഉണ്ട്, എ കമ്മ്യൂട്ടേറ്റർ ബി സി. ഇതായിരിക്കും എക്സ്പ്രഷൻ എ ബി കമ്മ്യൂട്ടേറ്റർ എ ബി എ ഇൻറ്റു ബി. ഇത് ഓപ്പറേറ്റർ ആണ്, ഇതെല്ലാം എ ബി ഇൻറ്റു സി സിക്കൽ ടു ഇത് രണ്ടും കൂടെ എ സി ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു ബി സി. ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇനി അടുത്തത് കമ്മ്യൂട്ടേറ്റർ എ ബി ഇൻറ്റു സി. എങ്ങനെ വരും കമ്മ്യൂട്ടേറ്റർ എ ബി, കമ്മ്യൂട്ടേറ്റർ എ ബി, എ ബി ഓപ്പറേറ്റർ സിമ്പൽ ഇൻറ്റു സി, നല്ല ഓപ്പറേറ്റർ ആണ്, പ്ലസ് ബി ഇൻറ്റു എന്ത് വരും എ സി. അതാണ് പ്രോപ്പർട്ടീസ് ഓഫ് കമ്മ്യൂട്ടേറ്റർ. ഓരോന്നും ശ്രദ്ധിച്ചു കേട്ടോണം. കമ്മ്യൂട്ടേറ്റർ എ ഇൻറ്റു ബി സി, ആദ്യം കമ്മ്യൂട്ടേറ്റർ എ ബി, ഇത് രണ്ടും കൂടെ കമ്മ്യൂട്ട് ചെയ്യും, എ ഇൻറ്റു ബി കമ്മ്യൂട്ടേറ്റർ എ ബി ഇൻറ്റു സി. ഇനി അടുത്ത ബി അത് കണക്ക് ഇൻറ്റു ചെയ്യും, എന്നിട്ട് അടുത്ത എ ഇൻറ്റു എ സി കമ്മ്യൂട്ടേറ്റർ എ സി, കമ്മ്യൂട്ടേറ്റർ എ സി ഇൻറ്റു ബി. ഇനി അടുത്ത പ്രോപ്പർട്ടി, ലാസ്റ്റ് പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റർ എ ഇൻറ്റു ബി പ്ലസ് സി ഓപ്പറേറ്റർ ഈസ് ഈക്വൽ ടു സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി കമ്മ്യൂട്ടേറ്റർ എ ബി പ്ലസ് കമ്മ്യൂട്ടേറ്റർ എ സി, കമ്മ്യൂട്ടേറ്റർ എ ബി പ്ലസ് കമ്മ്യൂട്ടേറ്റർ എ സി. സിമ്പിൾ. ഇതാണ് 6 പ്രോപ്പർട്ടീസ്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, ബൈഹാർട്ടാക്കി. ഇത് ഇതേപോലെ ചോദിക്കില്ല, എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ഇതൊക്കെ ചോദിക്കുന്നതാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് കൂടുതലായിട്ട് വരും. ഇപ്പം ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ജസ്റ്റ് ഒന്ന് എഴുതി പഠിക്കുക, ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഓരോന്നും എങ്ങനെ അപ്ലൈ ചെയ്യാം, അപ്പോഴേ കൂടുതൽ ഇത് മനസ്സിലാവുള്ളൂ. പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് കമ്മ്യൂട്ടേറ്റർ എക്സ് ഡി ബൈ ഡി എക്സ്, എക്സ് ഡി ബൈ ഡി എക്സ്. ഇങ്ങനെ ഒരു പ്രോബ്ലം. കമ്മ്യൂട്ടേറ്റർ എക്സ് ഡി ബൈ ഡി എക്സ്, ഇത് ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നത് ഏതിനകത്തായിരിക്കും, ഒരു ഫംഗ്ഷനിലായിട്ടായിരിക്കും. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിരിക്കും ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യും, കമ്മ്യൂട്ടേറ്റർ എക്സ്. ആൻസർ കമ്മ്യൂട്ടേറ്റർ എക്സ് ഡി ബൈ ഡി എക്സ്, ഒരു ഫംഗ്ഷൻ സൈ എന്ന് എടുക്കുന്ന ഒരു ഫംഗ്ഷൻ ആക്ട് ചെയ്യുന്നു. അപ്പൊ ഇതെങ്ങനെ വരും? ആദ്യം നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. അപ്പൊ എങ്ങനെ എഴുതും? സ്പ്ലിറ്റ് ചെയ്യുന്നതല്ല, ഇതിന്റെ എക്സ്പ്ലനേഷൻ. കമ്മ്യൂട്ടേറ്റർ എ ബി ഈസ് ഈക്വൽ ടു എ ബി മൈനസ് ബി എ. അപ്പൊ ഇതെങ്ങനെ എഴുതും?
എക്സ് ഡി ബൈ ഡി എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് അല്ലേ, ഇൻറ്റു സൈ. നമ്മൾ എക്സ് ഡി ബൈ ഡി എക്സ് അത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാണ് ഇത് എ ബി മൈനസ് ബി എ, എ ബി മൈനസ് ബി എ. സൈ അതേപോലെ നീ സൈ ബ്രാക്കറ്റിന്റെ അകത്ത് കൊണ്ടുപോകണം. അപ്പൊ എന്ത് വരും, ഇവിടെ ഇങ്ങോട്ട് എക്സ് ഡി ബൈ ഡി എക്സ് ഇൻറ്റു സൈ മൈനസ് ഡി ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു സൈ ഇസിക്കല്. മനസ്സിലായി കാണും. ഈ സൈ കൊണ്ട് അകത്ത് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ പ്രോഡക്റ്റ് റൂൾ നമ്മൾ യൂസ് ചെയ്യും. ഇത് അതേപോലെ എഴുതും, എക്സ് ഡി സൈ ബൈ ഡി എക്സ് മൈനസ് ഇവിടെ പ്രോഡക്റ്റ് റൂള് ഡി ബൈ ഡി എക്സ് ഓഫ് എ ബി. ഇപ്പൊ എന്ത് വരും, ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ്. പ്രോഡക്റ്റ് റൂള് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഡി സൈ ബൈ ഡി എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതി ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡി എക്സ് ബൈ ഡി എക്സ്. അത് 1 തന്നെ വരും. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, ഈ മൈനസ് കൊണ്ട് അങ്ങോട്ട് ഓപ്പൺ ചെയ്യും. എക്സ് ഡി സൈ ബൈ ഡി എക്സ് മൈനസ് എക്സ് ഡി സൈ ബൈ ഡി എക്സ് മൈനസ് സൈ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും, മൈനസ് സൈ എന്ന് വരും, മൈനസ് സൈ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന് ഈക്വൽ അല്ലേ, എക്സ് ഡി ബൈ ഡി എക്സ് കമ്മ്യൂട്ടേറ്റർ എക്സ് ഡി ബൈ ഡി എക്സ് ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു മൈനസ് സൈ അല്ലേ. ഈ സൈയും ക്യാൻസൽ ചെയ്ത് പോകും. എക്സ് ഡി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു കമ്മ്യൂട്ടേറ്റർ ഡി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. ഇതാണ് ആൻസർ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ചുമ്മാ നമ്മളെ കമ്മ്യൂട്ടേറ്ററിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് കമ്മ്യൂട്ടേറ്റർ എ ബി ഈക്വൽ ടു എ ബി മൈനസ് ബി എ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫംഗ്ഷൻ എടുത്ത് വെച്ച് ചെയ്യുന്നേ ഉള്ളൂ. ലാസ്റ്റ് ആ ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്ത് പോയി ലാസ്റ്റ് ആൻസർ കിട്ടും. അത് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു, വലിയ പാടൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് കിട്ടുന്ന. ഇത് ജസ്റ്റ് ഒന്ന് ബൈഹാർട്ടാക്കി വെച്ചിരുന്നാൽ മതി. കമ്മ്യൂട്ടേറ്റർ എക്സ് ഡി ബൈ ഡി എക്സ് ഈക്വൽ ടു -1 ആയിരിക്കും. കമ്മ്യൂട്ടേറ്റർ എക്സ് ഡി ബൈ ഡി എക്സ് -1 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇത് തിരിച്ചെഴുതുകയാണെങ്കിൽ, ഇത് രണ്ടും കൂടെ എക്സ്ചേഞ്ച് എഴുതുകയാണെങ്കിൽ എന്ത് വരും, കമ്മ്യൂട്ടേറ്റർ ഡി ബൈ ഡി എക്സ് എക്സ്. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ എന്ത് വ്യത്യാസം വരും, ഒന്നുമില്ല. ഇതിന്റെ നേരെ ഇതിന്റെ ഒരു മൈനസ് കൊണ്ട് അതിന്റെ പോസിറ്റീവ് വാല്യൂ വരും, 1 എന്ന് കിട്ടും. ഫസ്റ്റ് നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റർ എ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് കമ്മ്യൂട്ടേറ്റർ ബി എ. അത് കണക്ക് മൈനസ് മാറ്റി എഴുതിയിരിക്കുന്നു. ഇത് നമുക്ക് -1 എന്ന് കിട്ടി. അപ്പൊ ഇത് തിരിച്ചെഴുതുകയാണെങ്കിൽ അതിനെ ഒരു മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യണം, അപ്പൊ 1 എന്ന് കിട്ടും, പ്ലസ് ആയിട്ട് മാറും. ഇനി ഇത് ജനറലൈസ് ചെയ്ത് എഴുതുകയാണ്. ജനറലൈസ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. കമ്മ്യൂട്ടേറ്റർ എക്സ് റൈസ് ടു എൻ ഡി ബൈ ഡി എക്സ്. ഇതെന്തായിരിക്കും, കമ്മ്യൂട്ടേറ്റർ എക്സ് റൈസ് ടു എൻ ഡി ബൈ ഡി എക്സ്. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. കമ്മ്യൂട്ടേറ്റർ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ജനറലൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ടൈം സേവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ നേരത്തെ എഴുതിയ പോലെ സ്റ്റെപ്പ് എഴുതി പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്മ്യൂട്ടേറ്റർ എക്സ് റൈസ് ടു എൻ ഡി ബൈ ഡി എക്സ്. ഇതിന്റെ ആൻസർ -n ഇൻറ്റു എക്സ് റൈസ് ടു n -1 ആയിരിക്കും. -n ഇൻറ്റു എക്സ് റൈസ് ടു n -1. ഇതാണെങ്കിൽ എങ്ങനെ വരും, ഇവിടെ ഡി ബൈ ഡി എക്സ് എക്സ് റൈസ് ടു n ജനറലൈസ് എഴുതുകയാണെങ്കിൽ n ഇൻറ്റു എക്സ് റൈസ് ടു n -1, n ഇൻറ്റു എക്സ് റൈസ് ടു n -1. ഇത് പഠിച്ചു വെച്ചിരിക്കണം. കമ്മ്യൂട്ടേറ്റർ ഡി ബൈ ഡി എക്സ് എക്സ് റൈസ് ടു n എന്ത് വരും, n ഇൻറ്റു എക്സ് റൈസ് ടു n -1. ഇതേപോലെ കമ്മ്യൂട്ടേറ്റർ ഡി റൈസ് ടു n ബൈ ഡി എക്സ് റൈസ് ടു n എക്സ്. ഇതിന്റെ വാല്യൂ n ഇൻറ്റു ഡി റൈസ് ടു n -1 ബൈ ഡി എക്സ് റൈസ് ടു n -1. ഇതായിരിക്കും ഇതിന്റെ വാല്യൂ. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് കൂടുതലായിട്ട് മനസ്സിലാവും. ഈ രണ്ട് വാല്യൂ കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നത്, ഈ രണ്ട് ജനറലൈസ് ചെയ്ത ഇക്വേഷനും ഇതും ഈ രണ്ട് ഇക്വേഷനും. ഇവിടെ ഇതേപോലെ എഴുതുമ്പോൾ എന്ത് വരും, ഒരു മൈനസിന്റെ വ്യത്യാസം വരും.
അത് എഴുതേണ്ട ആവശ്യമില്ല, അത് മനസ്സിലാവും. എക്സ് ഡി റൈസ് ടു എൻ ബൈ ഡി എക്സ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു, ഇവിടെ ആകുമ്പോൾ ഒരു മൈനസ് കൂടെ, മൈനസ് എൻ ഇൻറ്റു ഡി റൈസ് ടു എൻ മൈനസ് വൺ ബൈ ഡി എക്സ് റൈസ് ടു എൻ മൈനസ് വൺ എന്ന് വരും. ജനറലൈസ് ചെയ്തിടുന്നു. ഇത് കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് മനസ്സിലാവും. നമുക്ക് പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് സ്ക്വയർ ഡി ബൈ ഡി എക്സ്, എക്സ് സ്ക്വയർ ഡി ബൈ ഡി എക്സ്, ഇതിന്റെ ആൻസർ ഇക്വേഷൻ ഇതാണ്, മൈനസ് എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. അപ്പൊ ഇത് എന്നിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്, 2 ആണ്. മൈനസ് 2x എന്ന് വരും, മൈനസ് 2x. ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി, മൈനസ് 2x. അടുത്ത ക്വസ്റ്റ്യൻ, കമ്മ്യൂട്ടേറ്റർ എക്സ് ക്യൂബ് ഡി ബൈ ഡി എക്സ്, അതിന്റെ ആൻസർ എന്ത് വരും, മൈനസ് 3x സ്ക്വയർ എന്ന് വരും, മൈനസ് 3x സ്ക്വയർ മൈനസ് n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1, 3 മൈനസ് 1 2 വരും. വളരെ സിമ്പിൾ, ഡയറക്റ്റ് ഈക്വേഷൻ അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. കമ്മ്യൂട്ടേറ്റർ എക്സ് റൈസ് ടു ഡി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. അതേപോലെ ഉള്ള ഇക്വേഷൻ ഇത് വെച്ചുള്ള പ്രോബ്ലം. കമ്മ്യൂട്ടേറ്റർ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എക്സ്, ഇതിന്റെ ആൻസർ എന്ത് വരും, ഈ ഇക്വേഷൻ ആണ് അപ്ലൈ ആവുള്ളത്. ഈ ഇക്വേഷൻ അപ്പൊ എന്ത് വരും, 2 ഇൻറ്റു ഡി റൈസ് ടു എൻ മൈനസ് 1, 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് എന്ന് വരും, 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ്. ഇതായിരിക്കും പ്രോബ്ലം ആൻസർ, ഇതായിരിക്കും ആൻസർ. കാര്യം ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഡി ബൈ ഡി എക്സ് വരെയാണെങ്കിൽ ഇത് മൈനസ് വരത്തില്ല. ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ കോമ എക്സ്, 2 ഇൻറ്റു എൻ ഇൻറ്റു ഡി റൈസ് ടു എൻ മൈനസ് 1, എന്നിന്റെ സ്ഥാനത്ത് 2 ആണ്, 2 ഇൻറ്റു ഡി റൈസ് ടു എൻ മൈനസ് 1, 2 മൈനസ് 1 ബൈ എക്സ് റൈസ് ടു 2 മൈനസ് 1, 1 വരും. ഇതായിരിക്കും ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വെച്ചിരിക്കണം. ഈ രണ്ട് ഇക്വേഷൻസ്, ഈ രണ്ട് ഏതെങ്കിലും രണ്ടെണ്ണം പഠിച്ചിരിക്കണം. മറ്റേത് അതിന്റെ തിരിച്ചെഴുതുമ്പോൾ ഒരു മൈനസ് കാണത്തില്ല. ഇക്വേഷൻസ് വെരി ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ്. എക്സ് പി എക്സ് അല്ല, ഓപ്പറേറ്റർ ആണ് എക്സ് പി എക്സ്. ഈ പി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പി എക്സ് എന്ന് പറഞ്ഞാൽ മൊമെന്റം ഓപ്പറേറ്റർ ആണ്. അതെങ്ങനെയായിരിക്കും മൊമെന്റം ഓപ്പറേറ്റർ, പി എക്സ് ഈസ് ഈക്വൽ ടു, ഓപ്പറേറ്റർ പി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് ക്രോസ് ഇൻറ്റു ഡി ബൈ ഡി എക്സ്. കാര്യം ഇത് എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് ഡി ബൈ ഡി എക്സ് മാത്രം എടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ എക്സ്പ്രഷൻ, മൊമെന്റം ഓപ്പറേറ്ററിന്റെ എക്സ്പ്രഷൻ. ഓപ്പറേറ്റർ മൊമെന്റം ഓപ്പറേറ്റർ പി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് ക്രോസ് ഇൻറ്റു ഡി ബൈ ഡി എക്സ്. ആൻസർ നോക്കാം. ആൻസർ, ഓപ്പറേറ്റർ കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സിന് പകരം അത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, മൈനസ് ഐ എച്ച് ക്രോസ് ഇൻറ്റു ഡി ബൈ ഡി എക്സ്. സിമ്പിൾ, വലിയ പാടൊന്നുമില്ല. ആ പി എക്സിന് പകരം നമുക്ക് അറിയാവുന്ന മൊമെന്റ് ഓപ്പറേറ്ററിന്റെ എക്സ്പ്രഷൻ അതേപോലെ എടുത്തു കൊടുക്കുന്നു. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ആരുണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്. കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അപ്പോഴേ എന്ത് ചെയ്യും, അതിനെ ഈ കമ്മ്യൂട്ടേറ്ററിന്റെ അകത്തുനിന്ന് ആ ബ്രാക്കറ്റിനകത്തുനിന്ന് പുറത്തെടുത്ത് എഴുതും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ. ഇതാ ഇവിടുത്തെ കോൺസ്റ്റന്റ്, ഇതാണ് ഇവിടുത്തെ കോൺസ്റ്റന്റ്. മൈനസ് ഐ എച്ച് ക്രോസിനെ ഇനി കോമൺ ആയിട്ട് എടുത്തു. ബാക്കി ആരുണ്ട്, കമ്മ്യൂട്ടേറ്റർ എക്സ് ഡി ബൈ ഡി എക്സ്. ഐ എം ആ കിടക്കുന്ന അറിയാവുന്ന ആള് ആരുണ്ട്, എക്സ് ഡി ബൈ ഡി എക്സ്. എക്സ് ഡി ബൈ ഡി എക്സിന്റെ നേരത്തെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. എന്താണ് എക്സ് ഡി ബൈ ഡി എക്സ്, ഇത് അതേപോലെ എഴുതി. എക്സ് ഡി ബൈ എക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, അറിയാം എന്ത്, -1 ആണെന്ന് അറിയാം. സിമ്പിൾ, മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആവും, ഐ എച്ച് ക്രോസ് എന്ന് വരും. ഇതാണ് ആൻസർ. ആൻസർ എന്താ, കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ്. കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ്. വളരെ സിമ്പിൾ. ഇത് ജനറലൈസ് ചെയ്ത് എഴുതാം. ജനറലൈസ് നമുക്കൊരു ഇക്വേഷൻ ആക്കി മാറ്റാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ ഇതിന്റെ പവർ ആക്കി എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, കമ്മ്യൂട്ടേറ്റർ എക്സ് സ്ക്വയർ പി എക്സ്. കമ്മ്യൂട്ടേറ്റർ എക്സ് സ്ക്വയർ പി എക്സ് ചെയ്യേണ്ട കാര്യം, ഓപ്പറേറ്റർ ഉണ്ട്, ഓപ്പറേറ്ററിന്റെ എക്സ്പ്രഷൻ അറിയാം, അത് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. എക്സ് സ്ക്വയർ ഇത് അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും.
ഇത് ഇങ്ങോട്ട് എഴുതുകയാണ് ഐ എച്ച് ക്രോസ്, അത് അവിടെ കിടക്കട്ടെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മൈനസ് ഐ എച്ച് ക്രോസ് ഇൻറ്റു ഡി ബൈ ഡി എക്സ്. നോക്കിക്കൊണ്ടിരിക്കാതെ വേഗം പറയും. വളരെ സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇങ്ങനെ കണ്ടാൽ ആദ്യം എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് ഉണ്ട്, അപ്പോഴതിനെന്ത് ചെയ്യും? അങ്ങ് പുറത്തോട്ട് തട്ടും. മൈനസ് ഐ എച്ച് ക്രോസ്, ബാക്കി അകത്തുള്ള ആളുകൾ അതേപോലെ എക്സ് സ്ക്വയർ, ബാക്കി കമോൺ ഡി ബൈ ഡി എക്സ് അല്ലേ, ഐ എം വീണ്ടും അറിയാവുന്ന ആള്, എക്സ് സ്ക്വയർ ഡി ബൈ ഡി എക്സ്. കമ്മ്യൂട്ടേറ്റർ എക്സ് റൈസ്ഡ് എൻ ഡി ബൈ ഡി എക്സ്. എന്നിന് മുന്നേ ഒരു മൈനസ് കൂടെ ചേർക്കണം, കാര്യം എക്സ് ആണ് വന്നിരിക്കുന്നത്. തിരിച്ചു വരുമ്പോഴാണ് മൈനസ് വരാതിരിക്കുന്നത്. എക്സ് സ്ക്വയർ ഡി ബൈ ഡി എക്സ് ഇസിക്കൽ ടു മൈനസ് എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. അപ്പൊ എന്ത് വരും? മൈനസ് ഐ എച്ച് ക്രോസ്. അതേപോലെ ഇവിടെ എന്ത് വരും? മൈനസ് എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ എന്ന് വരും. അപ്പൊ എന്ത് വരും? മൈനസ് മൈനസ് കൂടെ പ്ലസ് ആയിട്ട് മാറും. അപ്പൊ എന്ത് വരും? ഐ എച്ച് ക്രോസ് ഇൻറ്റു 2x എന്ന് വരും. ഇതായിരിക്കും ആൻസർ. ഐ എച്ച് ക്രോസ് ഇൻറ്റു 2x. വളരെ സിമ്പിൾ, വളരെ ഒന്നുമില്ല. ഇതിനകത്ത് നമുക്ക് അറിയാവുന്നതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ കോമൺ ആയിട്ട് കണ്ടു, കോമൺ ആയിട്ടുള്ള ആളിനെ ഇനി വെളിയിലോട്ട് എടുത്തപ്പോൾ നമുക്ക് അറിയാവുന്ന ആളെ തന്നെ കിട്ടി. ആ ആളുടെ എക്സ്പ്രഷൻ കൊടുത്തു. ഇത് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. അപ്പൊ ഇതാണ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് സ്ക്വയർ. നേരത്തെ പഠിച്ചത് ഈ സ്ക്വയർ എക്സിനായിരുന്നു, ഇപ്പം പഠിച്ചത് എക്സ് സ്ക്വയർ മൊമെന്റ് ഓപ്പറേറ്ററിനാണ്. ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുമില്ല, പി എക്സ് മൊമെന്റം ആണ്, അറിയാവുന്ന ഓപ്പറേറ്റർ ആണ്, അതിന്റെ എക്സ്പ്രഷൻ അറിയാം. അതെടുത്ത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വരും, അതിനെ ഇനി പുറത്തെടുക്കുക, ബാക്കി ചെയ്യുക. ആൻസർ കമ്മ്യൂട്ടേറ്റർ എക്സ് അറിയാവുന്ന ആള് മൈനസ് ഐ എച്ച് ക്രോസ് ഡി ബൈ ഡി എക്സ്. ഇത് മതിയോ? പോരാ, കാര്യം സ്ക്വയർ ഉണ്ട്. ഇവിടെ ഒരു സ്ക്വയർ, ഇവിടെ ഒരു സ്ക്വയർ, ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ. ഇത്ര എഴുതണം ഇവിടെ. ഇനി കണ്ടു ആരെ? കോൺസ്റ്റന്റിനെ. എന്ത് ചെയ്യും? കോൺസ്റ്റന്റിനെ അപ്പുറത്തേക്ക് തട്ടും. മൈനസ് ഐ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ ബ്രാക്കറ്റിൽ എക്സ് ഡി ബൈ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ. സംശയം ഇല്ല, സംശയം വരാൻ കാര്യമൊന്നുമില്ല. അടുത്തത് ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. എല്ലാത്തിനെയും സെപ്പറേറ്റ് എടുത്ത് എഴുതുന്നു. ഇതിനെ സെപ്പറേറ്റ് എഴുതുന്നു. ഐ സ്ക്വയർ ഐ ഇൻറ്റു ഐ അങ്ങനെ എഴുതുന്നു. മൈനസ് ഐ സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു മൈനസ് ഐ അങ്ങനെ എഴുതുന്നു. മൈനസ് ഐ ഇൻറ്റു മൈനസ് ഐ വെറുതെ സ്പ്ലിറ്റ് എഴുതുന്നു. അവിടെ ഇരിക്കട്ടെ, അങ്ങനെ പോട്ടെ. ഇൻറ്റു എച്ച് ക്രോസ് ഇൻറ്റു എച്ച് ക്രോസ് എഴുതുന്നു. ഇനി ഐ എം അറിയാവുന്ന ആള് എക്സ് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ. എന്ത് വരും? കമ്മ്യൂട്ടേറ്റർ എക്സ് ഡി റൈസ് ടു എൻ ബൈ ഡി എക്സ് റൈസ് ടു എൻ എക്സ്പ്രഷൻ മൈനസ് ഡി റൈസ് ടു എൻ മൈനസ് വൺ ബൈ ഡി എക്സ് റൈസ് ടു എൻ മൈനസ് വൺ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ ഇതെന്ത് വരും? മൈനസ് ഡി ബൈ ഡി എക്സ് മൈനസ് എൻ ഇൻറ്റു ഒരു എൻ വരും, അതായത് 2 കൂടെ വരും. മൈനസ് 2 ഇൻറ്റു മൈനസ് എൻ ഇൻറ്റു ഡി റൈസ് ടു 1. ഡി റൈസ് ടു 1 ആണ്. 2 മൈനസ് 1 1 ബൈ ഡി എക്സ് റൈസ് ടു 2 മൈനസ് 1 ഇങ്ങനെ വരും. ഇനി ഞാൻ പറയുന്ന ആളുകളെ നോക്കിക്കോണം, ശ്രദ്ധിച്ചു കേട്ടോണേ. മൈനസ് ഐ എച്ച് ക്രോസ് ഡി ബൈ ഡി എക്സ് ശ്രദ്ധിച്ചു കേട്ടണം. മൈനസ് ഐ എച്ച് ക്രോസ് ഡി ബൈ ഡി എക്സ് അതിനെല്ലാത്തിനെയും കൂടെ ചേർത്ത് ഞാൻ അങ്ങോട്ട് മാറ്റി എഴുതുകയാണ്. മൈനസ് ഐ എച്ച് ക്രോസ് ഡി ബൈ ഡി എക്സ്. ബാക്കി ആളുകൾ അങ്ങോട്ട് എഴുതുകയാണ്. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാരെ മാറ്റി എഴുതി. ബാക്കി ആള് ഇവിടെ ഇൻറ്റു ബാക്കി ആൾക്കാര് മൈനസ് ഐ ഉണ്ട്, എച്ച് ക്രോസ് ഉണ്ട്, മൈനസ് 2 ഉണ്ട്. മൈനസ് മൈനസ് ഇവിടെ എന്തായിട്ട് പ്ലസ് ആയിട്ട് വരും. 2 ഐ എച്ച് ക്രോസ്. സംശയം ഉണ്ടോ? ഇത് മൈനസ് ഐയും മൈനസ് 2 കൂടെ എന്തായിട്ട് മാറും? 2i എന്ന് വരും. മൈനസ് മൈനസ് കൂടെ പ്ലസ് ആവും. ഐ അതേപോലെ 2i. എച്ച് ക്രോസ് ബാക്കി ഇയാള് അതേപോലെ. ഇയാളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇയാളെ ഈ സെപ്പറേറ്റ് ഞാൻ എഴുതിയ ആളിനെ. ഇതല്ലേ പി എക്സ് അല്ലേ? പി എക്സ്. ഇപ്പൊ എന്ത് വരും?
ഐ എച്ച് ക്രോസ് ഈ 2നെ എങ്ങനെ എഴുതും ഇൻറ്റു 2px എന്ന് വരും. സംശയമുണ്ടോ? ഐ എച്ച് ക്രോസ് അതേപോലെ എഴുതി 2 ഇവരെ കൂട്ടത്തിലോട്ട് വന്നു. ഇത് പി എക്സ് അല്ലേ, ഇതാ ഇവിടെ കിടക്കുന്നു അറിഞ്ഞുകൂടെങ്കിൽ പി എക്സ്. ഇങ്ങനെ പി എക്സിനെ ഞാൻ ഇനി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. വലിയ പ്രയാസമൊന്നുമില്ല. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതിനു ശേഷം അതിന് ആവശ്യമുള്ള ആളുകളെ ഞാൻ എന്താ മാറ്റി എഴുതിയപ്പോൾ അയാൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അയാൾ മൊമെന്റ് ഓപ്പറേറ്റർ ആയിരുന്നു പി എക്സ്. അയാളെ മാറ്റി എഴുതി. ബാക്കി അതേപോലെ. ഇതായിരിക്കും എക്സ്പ്രഷൻ. നമ്മളിപ്പം ഇതുവരെ പഠിച്ചതെല്ലാം ഒരു അവയിൽ വരുമായി കിടക്കുകയാണ്. ഇനി അതിനെല്ലാം കൂടെ ഇക്വേഷൻസ് എല്ലാം ഒന്ന് ജനറലൈസ് ചെയ്ത് ഒന്ന് ഒറ്റ നോട്ടത്തിൽ എഴുതുകയാണ്. ഫസ്റ്റ് പഠിച്ച ഇക്വേഷൻ, നമ്മൾ പഠിച്ച ജനറലൈസ് ചെയ്ത ഇക്വേഷൻ, കമ്മ്യൂട്ടേറ്റർ d/dx x⁻n, ഇതിന്റെ ഇക്വേഷൻ, ജനറലൈസ് ചെയ്ത ഇക്വേഷൻ. അതേപോലെ കമ്മ്യൂട്ടേറ്റർ d⁻n/dx⁻n, x, അതിന്റെ എക്സ്പ്രഷൻ. അതേപോലെ ഇപ്പൊ ലാസ്റ്റ് പഠിച്ച മൊമെന്റ് ഓപ്പറേറ്റർ വെച്ചുള്ള അതിന്റെ കമ്മ്യൂട്ടേറ്റർ x⁻n. അടുത്തത് കമ്മ്യൂട്ടേറ്റർ x⁻n⁵px, അതിൻ്റെ. നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ പഠിച്ചു വെച്ചിരുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും എഴുതി നോക്കി കോമൺ ഫാക്ടറിനെ പുറത്തെടുത്ത് ഇക്വേഷൻ അറേഞ്ച് ചെയ്ത് എഴുതണം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതാകുമ്പോ അതിന്റെ ഇക്വേഷൻ ഇങ്ങനെ വരും, ജനറലൈസ് ചെയ്ത ഇക്വേഷൻ n×x⁻n−1. ഇതാകുമ്പോ എന്ത് വരും? ഇവിടെ മൈനസ് വരില്ല. കാര്യം എക്സ് അങ്ങനെ ഓർത്ത് വെച്ചോണം. എക്സ് ആണ് ആദ്യം വരുന്നതെങ്കിൽ മൈനസ് വരും. ഇവിടെ മൈനസ് വരില്ല. ഡെറിവേഷൻ പഠിച്ചാണ്. ഇവിടെ ആണെങ്കിൽ എന്ത് വരും? n×d⁻n−1/dx⁻n−1. സിമ്പിൾ. ഇതിന്റെ എക്സ്പ്രഷൻ കമ്മ്യൂട്ടേറ്റർ x⁻p⁻x⁻n, ഇതിന്റെ ഇക്വേഷൻ i⁻h n×p⁻x⁻n−1. ഇതായിരിക്കും എക്സ്പ്രഷൻ. ഇത് വരുമ്പം i⁻n×x⁻n−1. ഇതിന്റെ എക്സാമ്പിൾ ഞാൻ നേരത്തെ ജനറലൈസ് എഴുതിയില്ലായിരുന്നു. നേരത്തെ നമ്മൾ പഠിച്ച എക്സാമ്പിൾ ഇതായിരുന്നു. കമ്മ്യൂട്ടേറ്റർ x⁻p⁻x² എന്നായിരുന്നു ഇത് പഠിച്ചത്. ഇത് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതായിരുന്നു. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇത് കിട്ടിയ ഇക്വേഷൻ i⁻h×2px എന്നായിരുന്നു. i⁻h×2px. അതേപോലെ ഇതിന് പഠിച്ച ഇക്വേഷൻ കമ്മ്യൂട്ടേറ്റർ x²px, അതിന്റെ ഇക്വേഷൻ ഇതായിരുന്നു i⁻h×2x എന്നായിരുന്നു. അത് രണ്ടും ജനറലൈസ് ചെയ്ത് ഇങ്ങോട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഇത് ഇത്രയുമാണ് കമ്മ്യൂട്ടേറ്ററിൽ ആകെ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ്. ഈ 4 ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് ഡെറിവേഷൻ ഒന്നും ആ സമയത്ത് ചെയ്തു നോക്കണ്ട. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ടൈം സേവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് വളരെ ഇക്വേഷൻ, സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ, വളരെ പാടൊന്നുമില്ലാത്ത സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ അധികം ബുദ്ധിമുട്ടില്ലാത്ത ഇക്വേഷൻസ് ആണ്. ഇത്രയേ ഉള്ളൂ കമ്മ്യൂട്ടേറ്റർ. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇത് ഇത്രയും വളരെ ഭംഗിയായി മനസ്സിലായെന്ന് തോന്നുന്നു.